നമുക്കിന്നൊരു വെറൈറ്റി ബീഫിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കർ ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്ത് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് കട്ട് ചെയ്യാതെ തന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളക് എടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ എല്ലാം പച്ചമണം മാറി കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 4 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവായപ്പോഴേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്